കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അരമണിക്കൂർ കഴിയുമ്പം നിങ്ങളെല്ലാം സുന്ദരന്മാരും സുന്ദരികളുമാകുന്നതായിരിക്കും. അനങ്ങരുത് അരമണിക്കൂർ വരെ. എല്ലാം ഞാൻ പറയും. എനിക്ക് എപ്പോഴാ ചെയ്യുന്നത്? അയ്യോ, കണ്ണന്റെ പ്രായത്തിലുള്ളവർക്കുള്ള പ്രത്യേക തരം മേക്കപ്പ് അമ്മ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഉടനെ ചെയ്തു തരാം കേട്ടോ. സമയമാവുന്നതേ ഉള്ളൂ. അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. എന്താ നീ പിള്ളേരെന്തോന്ന് ചെയ്ത് വെച്ചേക്കണേ? അയ്യോ, എന്തോന്ന് ചെയ്ത് വെച്ചിരിക്കുന്നല്ല ചേട്ടാ. ഇവരെല്ലാം എന്റെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ആണ് ഇൻ പൈൻഗ്ലീസ് ഗ്ലോയിങ് സ്റ്റുഡിയോ. പൈൻഗ്ലീസ് ഗ്ലോയിങ് സ്റ്റുഡിയോ? നീ അങ്ങോട്ട് ബ്യൂട്ടി കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞു പിള്ളേരെത്താണോ പരീക്ഷിക്കണത്? എങ്ങാണ്ടൊന്നും അല്ല പഠിച്ചത്. വെറും കോഴ്സ് ഒന്നുമല്ല. ബ്രൈഡൽ മേക്ക് ഓവർ ആൻഡ് സെൽഫ് കെയർ ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്. ജസ്റ്റ് ഒരു മെസ്സിനാണ് ഡിസ്റ്റിങ്ഷൻ പോയത്. അതെന്തുകൊണ്ടാണ് ഡിസ്റ്റിങ്ഷൻ പോയെന്നും കൂടെ പറ. അത് പിന്നെ ഞാൻ കുക്കുംബർ വിശന്നപ്പോ എടുത്ത് കഴിച്ചു. എന്റെ ഏട്ടാ 12 മണിക്ക് എക്സാം എന്ന് പറഞ്ഞാൽ 2 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർക്ക് വെച്ചക്കത്തില്ല. അപ്പച്ചി, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുക്കുംബർ കഴിക്കാലോ അല്ലേ? തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റും. നല്ല ആള് തന്നെ. മകളെ കണ്ണിലേക്ക് വെച്ചാണ്. നീ അകത്ത് പോയി വേറെ കുക്കുംബർ എടുത്ത് കഴിക്കും. അയ്യടാ, ഇപ്പൊ ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഇപ്പഴെന്നല്ല, അരമണിക്കൂർ കഴിയാതെ 3 എണ്ണത്തിൽ ആരെങ്കിലും ആണെങ്കിൽ കഴിഞ്ഞാൽ കാല് ഞാൻ തല്ലി. ഇതെന്തോന്ന് കപ്പ പുഴുങ്ങാൻ വേണ്ടിട്ടായിരുന്നു? ഓ നോ 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 നോ, ദിസ് ഈസ് പെഡിക്യൂർ. ചേട്ടൻ നോക്കിക്കോ, അരമണിക്കൂർ കഴിയുമ്പോ 3 പിള്ളേരുടെയും കാല് ചന്ദനം വെട്ടി തിളങ്ങുന്ന പോലെ തിളങ്ങും. അവളെന്തൊന്നും മിണ്ടാത്തെ? അവളെന്തൊന്നും മിണ്ടാത്തെ? ഞാൻ മേക്കപ്പ് മാത്രമേ ചെയ്തോളൂ. അല്ല അങ്ങനത്. അയ്യോ പോയി. അച്ഛാ, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ഇത് അടിപൊളിയാ അച്ഛാ, കണ്ണിൽ വെച്ചാ നല്ല തണുപ്പാ. കണ്ട കുക്കുംബറിന്റെ ബലം. ഇത് മാത്രല്ല, ഡാർക്ക് സർക്കിൾസ് എല്ലാം പോകും. വന്നു ഇവിടെ ആർക്കും എന്തോ ആകുന്ന അവസ്ഥയായി. ചേട്ടാ, ഇത് ചേട്ടന് കുറെ നേരം ആയല്ലോ. നാത്ത് സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോയപ്പോ കുഴപ്പമില്ല. ഞാനൊരു ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ ചേട്ടന് ഇഷ്ടപ്പെടുന്നില്ലേ? നിനക്ക് ഞാൻ ബാദുഷേര ഓഫീസിൽ നല്ലൊരു ജോലി വാങ്ങിച്ചു തന്നല്ലേടി. പിന്നെ ബോറടിക്കുന്ന ഒരു പരിപാടി. അവിടെ ഇരുന്ന് എനിക്ക് ഉറക്കം തൂങ്ങാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇതാവുമ്പോ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ ഞാൻ ചെയ്യണ്ടേ. നീ അവന്റെ അടുത്ത് എന്ത് പരീക്ഷിക്കാത്ത? അവനുള്ളത് ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അണ്ടർ ഏജ് ഗ്രൂപ്പ് ഓഫ് 5 there is difference. ഞാൻ ശിവന്റെ അടുത്ത് പറഞ്ഞാണ് നിന്നെ ബ്യൂട്ടി കോഴ്സിന് വിടണ്ടാന്ന്. അപ്പൊ അവൻ പറഞ്ഞു കറസ്പോണ്ടൻസ് കോഴ്സ് അല്ലേ, പോട്ട് ചേട്ടാ. അങ്ങനെയാ. ശിവേട്ടൻ എന്നോട് സ്നേഹമുണ്ട്. എന്നെ കൂടെ കൊണ്ടുവച്ചേരെ ശരി. നീ ജോലിക്ക് പോയില്ലായിരുന്നു? നന്നായി. ഭയങ്കര തലവേന. ചായ എടു. തണുത്ത ചായ വേണോ ചൂട് ചായ വേണോ? എന്തോടെ ഇത് വെള്ളരിക്ക കണ്ടതിൽ കോലം കെട്ടി വെച്ചേക്കുന്നു? ഇതേ നമ്മുടെ പെങ്ങള് പൈങ്കിളി ചെയ്ത് വെച്ച കോലാണ്. പോയി കഴി കളയടാ ചേട്ടാ. കഴുകി കളയാനോ? എന്റെ പുഞ്ഞേട്ട 500 കിട്ടുന്ന പരിപാടിയാണ്. ചേട്ടൻ തരുമോ കഴുകി കളഞ്ഞ 500 രൂപ? 500 രൂപ? എന്തിന്? അതായത് അവർക്ക് മറ്റന്നാളെ കണ്ടൊരു ബ്രൈഡൽ മേക്കപ്പിന്റെ ടെസ്റ്റ് ഉണ്ട്. ഇതിന് 200 കൊടുത്താൽ എനിക്ക് 500 രൂപ കിട്ടും. ഇപ്പൊ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കുറച്ച് പരിപാടികളുണ്ട്. കഴിഞ്ഞില്ല മേക്കപ്പ്? ഇല്ല, കഴിഞ്ഞില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് റൂഷ് ഉണ്ട്. റൂഷിന് ശേഷം ഫേഷ്യൽ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചുമ്മാ അല്ല പിള്ളേര് പറയണ നീ അത് കോലം കെട്ടുവന്നു. എന്തുണ്ട് ഇവിടെ കയറിയിരിക്കണേ? അത് പിന്നെ ഇവിടെ അവിടത്തൊക്കെ ഭയങ്കര ചൂടാണ്. ഇവിടെ നല്ല തണുപ്പുണ്ടല്ലോ, അതിനുവേണ്ടി കയറിയിരുന്ന. തണുപ്പുണ്ട്. ഇയാൾ ഇറങ്ങിപ്പോ. ഇറങ്ങി പോയി. ഒന്ന് പോകും. പോടാ ഇറങ്ങി. ചുമ്മാ ഇറങ്ങി പോവായി. ഇല്ലെന്ന്. പോടാ ഇറങ്ങി. ഒന്ന് ഞാൻ ചവിട്ടി കയറി തരും. ഇറങ്ങിപ്പോ. മാറിയില്ല. എനിക്ക് ഒരു ശമ്മല മാറി മാറി മാറി. എന്റെ പൊന്നു പൈങ്കൂസ്, ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ ഇച്ചിരി വെള്ളം കൊണ്ടുവരാൻ. എത്ര നേരമായിട്ട് ഞാൻ വിളിക്കണമെന്നാ? അല്ല പാടേ, ഞാൻ വെറുതെ ഇരിക്കുവല്ലായിരുന്നു. എനിക്ക് മറ്റന്നാളത്തെ ബ്രൈഡലിനുള്ള ടെസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റന്നാൾ എനിക്ക് ബ്രൈഡൽ വർക്ക് ഉണ്ടോ? യൂനോ എടി, അവരറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ. നീ മേക്കപ്പ് ചെയ്ത് കണ്ടല്ലോ, എന്തൊരു കോലമാടി ഇത്. സുന്ദരിയല്ലേ? ഭയങ്കര സുന്ദരി. എടി, നീയെങ്ങാനും ചെയ്തത് കുളമായി കഴിഞ്ഞാ വെറുതെ എന്തിനാടി ഒരു പെങ്കൊച്ചിന്റെ ജീവിതം കൂടെ ഇല്ലാതാക്കുന്നത്? ഇത് അച്ഛൻ എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാ. അച്ഛൻ അറിയോ, ബ്രൈഡൽ മേക്ക് ഓവർ ആൻഡ് സെൽഫ് കെയറിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ ഒരു സ്റ്റുഡന്റ് ആണ് ഞാൻ. ആണോ? അങ്ങനെയാണെങ്കിലേ അവര് തരുന്ന സർട്ടിഫിക്കറ്റ് കൂടെ വാങ്ങിച്ചോണ്ട് വരണേ. അതിൽ തരുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. അറിയാവോ, എനിക്ക് മറ്റന്നാളത്തെ ബ്രൈഡലിന് 5000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. 5000 രൂപ. അത് വളരെ കുറവല്ലേടി പെണ്ണേ? ഞാനും അത് ആലോചിച്ച് ഒരു 10000 പറയേണ്ടതായിരുന്നു. അല്ല, ഒരു കണക്കിന് ഈ കുറഞ്ഞിരിക്കുന്നത് നല്ലതാ. കാരണം പരിപാടി പാളി കഴിയുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് പൈസ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. വെള്ളം കുടിച്ചു കഴിഞ്ഞോ? മതിയോ? മതി. മതി.
ആ അച്ഛ എപ്പോ ഫ്രീ ആവുന്നേ? എനിക്ക് കുറച്ച് പണി കൂടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഫ്രീ ആവും, ടോട്ടലി ഫ്രീ ആവും. ആണോ? അപ്പൊ പിന്നെ അച്ഛന്റെ തലയിൽ ഞാനൊരു ഹെയർ മാസ്ക് ഇട്ട് നോക്കട്ടെ. ആടി അച്ഛന്റെ തലയിൽ വേണം ഇനി പെയിന്റ് അടിച്ച് കളിക്കാൻ. പെയിന്റ് അല്ല അച്ഛാ, ഹെയർ മാസ്കാ, മുടിയൊക്കെ വളരും. ആ എന്നിട്ട് വേണം എന്റെ തലയിൽ വല്ലാത്ത ഇൻഫെക്ഷൻ ഒക്കെ വന്ന് കയറാൻ. അച്ഛന്റെ തലയിൽ ഒന്നും ഇല്ലല്ലോ, അതിൽ നല്ല ഒരു ഇൻഫെക്ഷൻ എങ്കിലും വരുന്നേ. അത് നിനക്ക് കാണുമ്പോ അങ്ങനെ തോന്നുന്നത്. എന്റെ തലയ്ക്കകത്ത് മുഴുവൻ പ്രഷ്യസ് തിങ്സാ. അച്ഛൻ എന്തു അച്ഛൻ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? വേണ്ട, ഒരു പണിയില്ല, അച്ഛന്റെ തലയിൽ പെയിന്റ് അടിക്കാൻ കളഞ്ഞു. ഞാൻ വന്നിട്ട് കുറച്ചു നേരം ആയിടി. നാത്തോനെ തപ്പി ചേട്ടൻ നടക്കുന്നുണ്ടായിരുന്നല്ലോ. കുത്തണം വന്നോ? വരുകയും ചെയ്ത് എന്റെ ബ്യൂട്ടീഷ്യനെ കുറെ കുറ്റം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്നാ ഇപ്പൊ തന്നെ ചായ ചോദിക്കുമല്ലോ, കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. അതെ നാത്തു, ഇപ്പൊ ഞാനിങ്ങനെ നാത്തുവിനെ നോക്കിയപ്പോഴാ സുമ പറയാറുള്ളത് അച്ചട്ടാ കേട്ടോ. എന്താ പറയാറില്ല? നാത്തുവിനെ കാണാനേ പഴയ സിനിമാ നടി കാർത്തികയുടെ കട്ടുണ്ടെന്ന്. നിനക്കത് ഇപ്പോഴാണ് തോന്നിയേ? പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ എല്ലാരും എന്നോട് പറയായിരുന്നു. ആണല്ലേ? പക്ഷെ ഇങ്ങനെ നോക്കട്ടെ, നാത്തുന്റെ മുഖത്ത് മൊത്തം ഡെഡ് സ്കിന്നാ നാത്തു. അതുപോലെ തന്നെ ഒരു കരിവാളിപ്പുണ്ട്. അതിപ്പോ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചൂടും പൊടിയൊക്കെ അടിച്ചിരിക്കുന്നതല്ലേ, ഇനി വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടപ്പ്. നാത്തു പക്ഷെ ഒന്നുകൊണ്ടും മേടിക്കണ്ട, നമുക്കൊരു ഓറഞ്ച് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. എന്നതാ ഓറഞ്ച് ഫേഷ്യൽ ചെയ്താലേ ഈ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും. പിന്നെ നാത്തുവിന്റെ സ്കിൻ ഇങ്ങനെ പളവള തിളങ്ങൂലേ. ഈ പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോവാൻ? നാത്തു ഒരു 500 രൂപ ഇങ്ങോട്ട് എടുത്ത് വീശ്, ഞാൻ ഓറഞ്ച് ഫേഷ്യൽ ചെയ്ത് തരൂലേ നാത്തുവിന്. 500 രൂപയ്ക്ക് ഇപ്പൊ ഫേഷ്യൽ ചെയ്യാനോ? നടക്കൂല. 500 രൂപ ഞാൻ നാത്തൂനായതുകൊണ്ട് ഡിസ്കൗണ്ട് തന്നതാ. വേണം അതിന്റെ കൂടെ ദേ ഈ പുരാണത്തിലെ രാക്ഷസന്മാരുടെ പോലെയുള്ള പിരിയവും കൂടെ ഞാൻ ത്രെഡ് ചെയ്ത് തരാം. നാത്തു പിരിയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്നറിയോ? മഴവില്ല് പോലെ ഇരിക്കണം ഇങ്ങനെ. ഇങ്ങനെയൊക്കെ കൊണ്ടുനടന്നിട്ട് ആരെ കാണിക്കാനാ? തൊണ്ടല്ലേ? അതിപ്പോ ഇങ്ങനെയൊന്നും അല്ലെങ്കിലും പുള്ളിക്കാനെ നല്ല ഇഷ്ടം. ഇതാണ് നിങ്ങൾ പെണ്ണുങ്ങളുടെ കുഴപ്പം. നിങ്ങൾ പെണ്ണുങ്ങളോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പെണ്ണുങ്ങളുടെ പൊതുവേ ഉള്ള ഒരു ധാരണ എന്താന്ന് വെച്ചാൽ നമ്മൾ പുരുഷന്മാരെ കാണിക്കാനാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നാ. അല്ല, നമ്മളുടെ ഒരു സെൽഫ് കോൺഫിഡൻസിനും നമുക്ക് സൗന്ദര്യം തോന്നാനുമാണ് നമ്മൾ മേക്കപ്പ് ചെയ്യണ്ടേ. കണ്ടില്ലേ? സംഭവം ശരിയാണ്. ഇടി കാര്യമൊക്കെ പറഞ്ഞാൽ 2 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞപ്പോ നിനക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നാത്തു ഞാൻ വെറുതെ അങ്ങോട്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചല്ല നാത്തു, ഫസ്റ്റ് ക്ലാസ്സിലാണ് ഈ പൈങ്കിളി പാസ്സായത്. ഈ നാടോടികളിലെ ലാലേട്ടൻ പറയുന്നോളെ എപ്പോഴും ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നതുകൊണ്ടാണ് എനിക്കൊരു സംശയം. സത്യം പറഞ്ഞു, നിനക്ക് ശരിക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ? ഇതൊന്നും ഇവിടെ ആർക്കും വിശ്വാസം ആവാത്ത. അടുത്ത ആഴ്ച എന്റെ സർട്ടിഫിക്കറ്റ് വരുമല്ലോ, അപ്പൊ എല്ലാരും വിശ്വസിച്ചാൽ മതി. സർട്ടിഫിക്കറ്റ് ഒരാഴ്ച സമയമില്ലേ? അതിന് മുമ്പ് ഞാൻ ഈ ചായ കൊണ്ട് കൊടുക്കട്ടെ കേട്ടാ. അയ്യ, നല്ല കോമഡി. എടി ഇത് എടുത്തിട്ട് അച്ഛനും കൂടെ ഒരു ചായ കൊണ്ട്. അച്ഛൻ ഇപ്പൊ വെള്ളം കുടിച്ചോളൂ, അച്ഛൻ ചായ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. ഇവിടെ എനിക്ക് പരീക്ഷിക്കാൻ പോലും ആരുമില്ല.